ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലവും ആദ്യ റെയിൽവേ തൂക്കുപാലമായ അഞ്ചിഘട്ട് പാലവും നാടിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി. ജമ്മു കാശ്മീരിലെ റിയാസിയിൽ ചെനാബ് നദിക്ക് കുറുകെ 359 മീറ്റർ ഉയരത്തിലാണ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായ ചെനാബ് പാലം. ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിനും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓരോ കാലത്തും നമ്മുടെ വളർച്ചയുടെ പടവുകൾ അടയാളപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒന്നായി മാറുകയാണ് ചെനാബും. ആദ്യം കാണാം RD Extra. ജമ്മു കശ്മീരിന്റെ സാമ്പത്തിക സാമൂഹിക വിനോദസഞ്ചാര മേഖലകളിലേക്ക് അനന്തമായ സാധ്യതകൾ തുറന്നിടുകയാണ് ചെനാബ് പാലം. താഴ്വരയെ ഇന്ത്യൻ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന പാലമാണിത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ പ്രധാന ഭാഗം. 28,660 മെട്രിക് ടൺ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച പാലത്തിന് 359 മീറ്റർ ഉയരവും 1315 മീറ്റർ നീളവുമുണ്ട്. റിക്ടർ സ്കെയിലിൽ 8 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെയും 260 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനെയും പാലം അതിജീവിക്കും. രാജ്യത്തെ ആദ്യ റെയിൽവേ തൂക്കുപാലമായ അഞ്ചിഘട്ട് പാലവും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഒറ്റത്തൂണിൽ 96 കേബിളുകൾ താങ്ങി നിർത്തുന്ന മറ്റൊരു വിസ്മയമാണ് അഞ്ചിഘട്ട് പാലം. 473 മീറ്ററാണ് പാലത്തിന്റെ നീളം. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി 272 കിലോമീറ്റർ പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 43,780 കോടി ചെലവിൽ നിർമ്മിച്ച പാതയിൽ 36 ടണലുകളും 943 പാലങ്ങളുമുണ്ട്. RD Extra ന്യൂസ് മലയാളം. ചെനാബിന്റെ നാൾ വഴി വളരെ വേഗത്തിൽ നമുക്ക് പരിശോധിക്കാം. ചെനാബ് യാഥാർത്ഥ്യമായത് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശ്രമത്തിനൊടുവിലാണ്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗം. പദ്ധതി ആലോചനകൾ ആരംഭിക്കുന്നത് 1995 PV നരസിംഹറാവു സർക്കാരിന്റെ കാലത്താണ്. അതിനു മുൻപ് 1980കളിൽ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി വേണം എന്നുള്ള ആലോചനയും ആഗ്രഹവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ നടത്തിപ്പിലേക്ക് കടക്കുന്നത് 95 മാത്രമാണ്. 2003 ചെനാബ് പാലം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയത് വാജ്പേയി സർക്കാരാണ്. 2004 ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാർ നിർമ്മാണം ആരംഭിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങളെ തുടർന്ന് 2008 നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. 2018 രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് 2018 രണ്ടാം UPA സർക്കാരല്ല, 2018 ഈ ഇതിന്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നത്. 2022 ഓഗസ്റ്റിൽ പാലത്തിന്റെ ഘടനാപരമായ നിർമ്മാണം പൂർത്തിയായി. 2024 ജൂണിൽ പാലത്തിലൂടെ ആദ്യ പരീക്ഷണ ട്രെയിൻ സർവീസ് നടത്തി. 2025 ജൂൺ 6 അതായത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. ചെനാബ് എന്ന ഒരു ഒരുമയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ചെനാബ് പാലം യാഥാർത്ഥ്യമാക്കിയത് രാജ്യത്തെ നിരവധി സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയിൽ കൂടിയാണ്. ചെനാബ് പാലത്തിന്റെ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനായിരുന്നു. സ്ഫോടക പ്രതിരോധ ഘടനയുടെ രൂപകൽപ്പന അത് DRDOയ്ക്കായിരുന്നു. ചെരുവുകളുടെ സ്ഥിരതയെപ്പറ്റി പഠനം നടത്തിയത് IIT ഡൽഹിയാണ്. ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രധാന കരാറുകാരിൽ ഒന്നാണ്. വിവിധ ഇന്ത്യൻ വിദേശ കമ്പനികൾ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമൊക്കെ പങ്കാളികളാകുകയും ചെയ്തു. ഇന്ത്യയുടെ അഭിമാന നിർമ്മിതികൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തുപോകേണ്ടത് കൂടിയുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ അഭിമാനമായ വൻകിട പദ്ധതികൾ ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. അന്ന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പുരോഗതിക്കായി ശാസ്ത്രബോധത്തിലൂന്നിയ വികസനത്തിന് നെഹ്റു പ്രാധാന്യം നൽകി. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്നാണ് അണക്കെട്ടുകളെ അന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. പൊതുമേഖലയിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ എന്ന ആശയത്തെ നെഹ്റു പ്രോത്സാഹിപ്പിച്ചു. ഭക്രാനങ്കൽ എന്ന അത്ഭുതം നമുക്ക് മുന്നിൽ ഉണ്ടായത് അങ്ങനെയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഭക്രാനങ്കൽ അണക്കെട്ട് കമ്മീഷൻ ചെയ്യുന്നത് 1963 ഹിമാചൽ പ്രദേശിൽ സത്ലജ് നദിയിൽ 740 അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊങ്കൺ എന്ന വിസ്മയമാണ് നമുക്ക് മുന്നിലുള്ള മറ്റൊന്ന്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ ലോക മാതൃകയാണ് കൊങ്കൺ റെയിൽവേ. 91 തുരങ്കങ്ങളും 1858 പാലങ്ങളും ദുർഘടമായ ഭൂപ്രദേശത്തെ യാത്രായോഗ്യമാക്കി മാറ്റി എന്നുള്ളതാണ് മറ്റൊന്ന്. പാമ്പൻ എന്ന അതിശയം, പാമ്പൻ പാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ റെയിൽവേ പാലം നിർമ്മിച്ചത് 1914 ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. 1964 ചുഴലിക്കാറ്റിൽ തകർന്ന പാമ്പൻ പാലം 4 ദിവസത്തിനുള്ളിൽ E ശ്രീധരന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. പുതിയ പാമ്പൻ പാലം 2020 നിർമ്മാണം ആരംഭിച്ച് 2025 പൂർത്തിയാക്കി. വെർട്ടിക്കൽ ലിഫ്റ്റ് സാങ്കേതികവിദ്യയുള്ള ഫുൾ ഓട്ടോമേറ്റഡ് പാലമാണ് ഇപ്പോഴവിടെ ഉള്ളത്. സീലിംഗ് എന്ന അടയാളം കൂടി നമുക്ക് പറഞ്ഞു പോകാം. മുംബൈ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറച്ച രാജീവ് ഗാന്ധി സീലിംഗ് കടന്നു പോകുന്നത് കടലിന് നടുവിലൂടെയാണ്. ബാന്ദ്രയെയും വാർലിയെയും ബന്ധിപ്പിക്കുന്ന കേബിൾ സ്റ്റഡ് പാലമാണ് ഇത്. അടൽ സേതു എന്ന ആശ്ചര്യം കൂടിയുണ്ട് നമുക്ക് മുന്നിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലമാണ് മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്ക്. 21.8 കിലോമീറ്റർ നീളത്തിലുള്ള പാലത്തിന്റെ 16 കിലോമീറ്ററും കടലിന് മുകളിലൂടെയാണ്.
മെട്രോകൾ നമുക്ക് ഇവിടെ ഉണ്ടായി നമ്മുടെ വേഗക്കുതിപ്പ് കൂട്ടിക്കൊണ്ട് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, കൊച്ചി അടക്കം 17 നഗരങ്ങളിൽ മെട്രോ കണക്ടിവിറ്റി ഉണ്ടായി. 4 ഇന്ത്യൻ നഗരങ്ങളിൽ മെട്രോ റെയിൽ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റ് ആണവ നിലയങ്ങൾ താരാപൂർ, റാവൽഘട്ട, കൽപ്പാക്കം, കൂടംകുളം, നറോറ, കൈഗ, കാക്രപാർ എന്നിവിടങ്ങളിലെ ആണവോർജ്ജ നിലയങ്ങൾ രാജ്യത്തിൻ്റെ ഊർജ്ജമായി മാറിയിട്ടുണ്ട്. ആണവ വൈദ്യുതി വിതരണം രാജ്യത്തിൻ്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരവും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നിവിടെ എത്തി നിൽക്കുന്നത്. സനീഷ്, ഇതിപ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്, ഒരു സംശയവും വേണ്ട, ഈ ചെനാബ് പാലം എന്നുള്ളത്. കാരണം ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് അവിടെ നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അസാധ്യമായ ഒരു നിർമ്മിതി എന്ന് തന്നെ പറയാം. നമ്മൾ ചിലപ്പോൾ പല രാജ്യങ്ങളിലുമൊക്കെ ഇത്തരം വലിയ നിർമ്മിതികൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കിത് സാധ്യമല്ല എന്നാണ് കരുതുക. പക്ഷേ ഇന്ത്യക്ക് സാധ്യമാണത് എന്ന് സ്ഥാപിക്കുന്ന, അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഇത്തരം ഒരു നിർമ്മിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. നിശ്ചയമായിട്ടും ഇത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള വലിയ നിർമ്മിതികളുടെ ഉദ്ഘാടനമൊക്കെ നമ്മുടെ രാഷ്ട്രീയ ഭരണ ആളുകൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ തന്നെ നമ്മുടെ ദൃശ്യങ്ങൾ റാപ്പിൽ RDX റാപ്പിൽ പോയിരിക്കുന്ന സ്റ്റോറിയിലെ ദൃശ്യങ്ങൾ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് കാണുമല്ലോ. ഈ റീലൊക്കെ ആയിട്ട് അത്ഭുതപ്പെടുന്ന നിർമ്മിതികൾ, കാടിനും മരത്തിനും പുഴകൾക്കൊക്കെ നടുവിലൂടെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് കണ്ടത്. എന്ന് മാത്രമല്ല ഈഫൽ ടവറിനോളം ഉയരത്തിൽ, എത്രയോ ഉയരത്തിൽ. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, നമ്മുടെ രാജ്യം നേരത്തെ ഭക്രാനങ്ങൾ എന്നൊക്കെ നമ്മൾ തന്നെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ആവർത്തിച്ച് പറയുമായിരുന്നത്, പറയാൻ രസമുള്ളതുകൊണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടി ഈ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വലിയ നിർമ്മിതികൾ ആരംഭിച്ചിരുന്നു. നമ്മൾ വലിയ നിർമ്മിതികൾ, അത് വലിയ ബഹുമുഖമായിട്ടുള്ള പണിയായിരുന്നല്ലോ. ഒന്ന്, സർവകലാശാലകൾ പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങണം, ഇപ്പോഴത്തെ ദരിദ്രമായിട്ടുള്ള ആളുകളെ പൊക്കിക്കൊണ്ടുവരണം, നമ്മുടെ ജനതയെ ഉയരത്തിലേക്ക് കൊണ്ടുവരണം, അതോടൊപ്പം വലിയ നിർമ്മിതികളും നടത്തണം. അപ്പോൾ അതെല്ലാം ഒരുപോലെ അങ്ങ് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി, ഇത്രയും ലോകത്തെ ഏത് രാജ്യങ്ങളെക്കാൾ കിടപിടിക്കാവുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിതികൾ നമ്മുടെ രാജ്യം പലയിടങ്ങളിലായിട്ട് നടത്തുന്നു. ഒന്ന്, അതാണ് ഇന്ത്യക്കാരൻ എന്ന നിലക്ക് അഭിമാനം. മറ്റൊന്ന്, മനുഷ്യൻ എന്ന നിലക്കുള്ള വലിയ മഹാത്ഭുതമാണ് ഹർഷൻ. അതായത് മനുഷ്യൻ വളരെ ദുർബലനായിട്ടുള്ള ഈ ജീവി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്തിന് മുകളിൽ, ഭൂമിക്ക് മുകളിൽ ചെയ്തു വെക്കുന്നതെന്ന്, അത് ഇന്ത്യയുടേത് മാത്രമായിട്ടുള്ള അഭിമാനമല്ല. ഇത് കാണുമ്പോഴേ നമ്മളിപ്പോൾ ട്രെയിൻ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാളവണ്ടിയിലും കുതിരവണ്ടിയിലും പോയിട്ട് മാറിയിട്ട് വലിയ ദൂരങ്ങളെ കണക്ട് ചെയ്യാൻ റെയിൽവേ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ആളുകളുടെ തലയിലാണല്ലോ ആദ്യം ഉദിക്കുന്നത്. മനുഷ്യൻ്റെ തലച്ചോറിനകത്താണല്ലോ ഈ കാര്യങ്ങൾ ആദ്യം വിരിയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവാം. അങ്ങനെയുള്ള എൻജിനീയറിങ് അത്ഭുതങ്ങൾ വഴി ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങളപ്പോൾ എത്രമേൽ ഉയരത്തിലും ഈ റെയിൽ കണക്ടിവിറ്റി ഉണ്ടാക്കാം, അപകടരഹിതമായിട്ട് മനുഷ്യർക്ക് യാത്ര ചെയ്യാം എന്നതൊക്കെ മഹാത്ഭുതമാണ്. അപ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് വളരെ താത്വികമായിട്ട് നോക്കിയാലും, ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമ്മളൊരു ദേശസ്നേഹിയായിട്ട് നിന്ന് നോക്കിയാലും വളരെ അഭിമാനകരമായിട്ടുള്ള സംഭവമാണല്ലോ ഇതെന്ന് തോന്നും, അല്ലേ? തീർച്ചയായും. അതുമാത്രമല്ല, ഇത് ഈ സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. 35 വർഷം നിൽക്കുന്ന പെയിൻ്റാണ് അതിനടിച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ കാലാവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് 35 വർഷത്തിന് ശേഷമേ ആ പെയിൻറ്റ് ഒന്ന് മാറ്റി അടിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് സാഹചര്യം. 120 വർഷം അത് ഈ പാലം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ കുറേയേറെ പ്രത്യേകതകളുള്ള പാലമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തന്നെയാണ് അതിൻ്റെ ഈ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നിർമ്മിച്ചതും അതിൻ്റെ ഈ ഡിസൈനിലടക്കം പ്രധാനമായ പങ്കുവഹിച്ചതും ഒക്കെ എന്നുള്ളത് മറ്റൊരു ചെറിയ കാര്യമല്ലാത്ത സംഗതിയാണ്. കാരണം കൊങ്കൺ തന്നെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒട്ടും അസാധ്യമായ ഒരു ടെറൈനിലൂടെ ഒരു റെയിൽവേ പാത സാധ്യമാക്കുകയും ഈ യാത്ര ഏറ്റവും എളുപ്പത്തിലാക്കുകയും ചെയ്തത് ഈ കൊങ്കൺ വന്നതിലൂടെയാണല്ലോ. തീർച്ചയായും. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു തുടർച്ച അതിപ്പോൾ ചെനാബിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗംഭീരമായ ഒരു സംഗതി. തീർച്ചയായും അത് ഏറ്റവും അഭിമാനിക്കത്തക്കതാണ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ തന്നെ നമുക്കത് വിലയിരുത്തി അവസാനിപ്പിക്കേണ്ടി വരും. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ വമ്പൻ പദ്ധതികൾ നടപ്പാക്കി നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, സ്വാതന്ത്ര്യലബ്ധി മുതൽ നാളിതുവരെ അത് തെളിയിച്ചിട്ട് തന്നെയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഈ വിധം വികസിക്കും മുമ്പ് ആധുനിക ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇച്ഛാശക്തിയിൽ പടുത്തുയർത്തിയതാണ് ഭക്രാനങ്കൽ അണക്കെട്ട്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണത്. രാജ്യം പിന്നിട്ട വികസനത്തിൻ്റെ നാഴികക്കുറ്റികൾ ഓരോന്നും പിന്നോട്ട് തെരഞ്ഞു പരതിയാൽ അഭിമാന സ്തംഭങ്ങളായി, പ്രകാശ ഗോപുരങ്ങളായി വൻ പദ്ധതികൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം. അതായത് ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായതല്ല നാം ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം എന്നർത്ഥം. ഒട്ടേറെ ദേശീയ നേതാക്കളുടെ, മാറി മാറി വന്ന രാഷ്ട്ര നേതാക്കളുടെ രാഷ്ട്രരചനാപരമായ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് ആധുനിക ഇന്ത്യ. ചെനാബ് റെയിൽ പാലവും ഇന്ന് ആ മഹാഗണത്തിലേക്ക് ചേരുന്നു. അത് യാഥാർത്ഥ്യമാക്കിയതിൽ മോദി സർക്കാരിന് അഭിമാനിക്കാം. അത് വിഭാവനം ചെയ്തതിൽ നരസിംഹറാവു സർക്കാരിനും ആ സ്വപ്നം തുടർന്നു കൊണ്ടുപോകുന്നതിൽ
വാജ്പേയി, മൻമോഹൻ സിംഗ് സർക്കാരുകൾക്കും അഭിമാനിക്കാം. കാലത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യത്തിലും മാനുഷിക മൂല്യങ്ങളിലും ഉയർന്നു മുന്നോട്ടു പോകാൻ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഇനിയുമാകട്ടെ.